ഗ്രാമത്തിൻ്റെ അധ്യക്ഷ, കൂടാതെ നല്ല മെമ്പർ, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സജി മെമ്പർ, കൂടാതെ അജി മെമ്പർ, സുര മെമ്പർ, പിന്നെ കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ADS, CDS, മറ്റ് ഈ ഗ്രാമത്തിലെ ഈ വാർഡിലെ നല്ലവരായ നാട്ടുകാർ, നമ്മളിന്നിവിടെ ഒത്തുചേർന്നത് നമുക്ക് ആനുകൂല്യ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയത്, അതായത് ആർക്കൊക്കെ എന്ത് കൊടുക്കണം അതിൻ്റെ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തുന്നതിനും അത് കൊടുക്കുന്നതിനും വേണ്ടിയാണ്. കാരണം ഒരു വർഷത്തെ ഒരു ഫൈനൽ സ്റ്റേജാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ആഗ്രഹം ഈ അപേക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട് മെയിൻ്റനൻസിനാണ് വന്നിട്ടുള്ളതെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറയുകയുണ്ടായി. അത് ഏത് വാർഡിൽ ചെന്നാലും അതാണ് സ്ഥിതി. ഒരിക്കലും എല്ലാവർക്കും വീട് മെയിൻ്റനൻസ് കൊടുക്കാൻ കഴിയുകയില്ല. കാരണം എല്ലാവർക്കും വേണം വീട് മെയിൻ്റനൻസ്. എല്ലാവരുടെ ആഗ്രഹം അതാണ്. കാരണം ഒരു പക്ഷിയായാലും ഒരു മനുഷ്യനായാലും നമുക്കൊരു കയറിക്കിടക്കാളം, മനുഷ്യനായാൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. എൻ്റെയും നിങ്ങളുടെയും എല്ലാം. എന്നാലും എൻ്റെ ആഗ്രഹം ഭഗവാനെ എല്ലാവർക്കും വീട് കിട്ടണേ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാകണമേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുകയില്ല. എന്നാലും മറ്റൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, 2025 ഈ അപേക്ഷ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും വീട് കിട്ടും എന്നുള്ള ഒരു പാർലമെന്റ് തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2025 ഈ അപേക്ഷ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു വെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ള ഒരു നല്ല ഭവനം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ഭഗവാൻ നിങ്ങളെല്ലാവർക്കും ഒരു അനുഗ്രഹം തരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ, ഞാൻ കഴിഞ്ഞ എല്ലാ ഗ്രാമസഭകളിലും ഇവിടെ വരികയുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ഇവിടെ ചെയർമാനും പറഞ്ഞതുപോലെ എന്തായാലും ഒരുപാട് മാറ്റം നിങ്ങളുടെ മെമ്പർക്ക് വന്നു. വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ഇന്ന് സന്തോഷമായിട്ട് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം, എന്ന് കക്ഷി സന്തോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ കൂടുതൽ സന്തോഷം ആയിരിക്കും വന്നത്. എന്തായാലും അതിന് വളരെയധികം നന്ദിയുണ്ട് മെമ്പറിനോടും ഈ ഗ്രാമത്തിലെ ആൾക്കാരോടും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു എക്സസൈസ് ഒരു ക്ലാസ് എടുത്തിട്ട് പോയി. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട് നമ്മുടെ വിദേശ രാജ്യങ്ങളെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നമ്മുടെ വരും തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പരിധി വരെ അമ്മമാര് നമ്മുടെ മക്കൾക്ക് ആവശ്യമില്ല, 1 രൂപ ആവശ്യമുള്ളപ്പോൾ ഒരു പക്ഷേ 10 രൂപ കൊടുത്തു വിടും. എൻ്റെ മോളെ എൻ്റെ മോൻ നല്ലവണ്ണം പഠിച്ചു വരട്ടെ. അതല്ല ഈ പൈസ കുട്ടികളുടെ കയ്യിൽ കൂടുതൽ കിട്ടുമ്പോൾ അതിന് വിനിയോഗിക്കുന്നതിന് വേണ്ടി മറ്റൊരു വഴി കണ്ടെത്തും. 1 രൂപ ഉള്ള 10 രൂപ ഇരിക്കുന്നവനെ സുഹൃത്താക്കാൻ 1 രൂപ ഇല്ലാത്തവൻ കാണും, പക്ഷേ ചിലവാളിയായവൻ കാണും. ആ ചിലവാളിയായവന് എപ്പോഴും സന്തോഷമാണ് ആവശ്യം. ആ സന്തോഷത്തിന് വേണ്ടി ഇവനെ കമ്പനി അടിച്ചെന്നിരിക്കും, ആ പൈസ മറ്റു വഴിയിലോട്ട് ചിലവഴിക്കുന്നിരിക്കും. അങ്ങനെ അവരുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനക്കേടിനും നമ്മുടെ തകർച്ചയ്ക്കും കാരണമായി മാറും. നിങ്ങൾക്കറിയാം, കുറച്ച് നേരം നമ്മുടെ മെമ്പർ പറഞ്ഞത്, ഇന്നലെ ഒരു വീട്ടമ്മ, ആ ഭാര്യ ഭർത്താക്കൾ അല്ലെങ്കിൽ ആ ദമ്പതിമാർ എന്തുമാത്രം സ്വപ്നത്തോടു കൂടിയായിരിക്കും ആ മോനെ ആ 1 വയസ്സ് മുതൽ ജനിച്ചത് മുതൽ താലോടിച്ച് വളർത്തി കൊണ്ടുവന്ന് കൈ വളർന്നത് കാല് വളർന്നത് നോക്കി അവൻ്റെ വിദ്യാഭ്യാസം നോക്കി ഉറക്കമൊഴിഞ്ഞ് പഠിപ്പിച്ച് വലിയവനാക്കി അവനെ നല്ലവനാക്കണമെന്ന് തീരുമാനിച്ച് വളർത്തിയതാണ്. ഡോക്ടർമാർ പോലും ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിന് പോലും അടിമയായി മാറുന്നു. നമ്മൾ പത്രം നോക്കിയാൽ അറിയാം. പിന്നെ എയർ ഹോസ്റ്റസ്മാർ പോലും കച്ചവടത്തിന് മെസ്സഞ്ചർമാരാകുന്നു. അവരിലൂടെ സാധനം അന്യരാജ്യത്ത് നിന്ന് നമ്മളിൽ എത്തിക്കുന്നു. നമ്മളെ പഠിപ്പിച്ച് വലിയവരാക്കിയിരുന്നാൽ അവന് മനുഷ്യത്വം അവന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യത്വമില്ലായ്മയിലൂടെ അവൻ വളർന്നത് കൊണ്ടാണ് ഒരു പക്ഷേ അവൻ അങ്ങനെ ആയിത്തീർന്നത്. ആ കുട്ടി പണം എത്ര എയർ ഹോസ്റ്റസിന് ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നു, ഡോക്ടർക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നു.